നിലമ്പൂരിൽ പ്രചരണം അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊന്നും പ്രവചിക്കാനാകാത്ത സാഹചര്യമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നിലമ്പൂരിൽ നടക്കുന്നു. 4 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. അപ്പോൾ ഒരു ചതുഷ്കോണ മത്സരം നടക്കുമ്പോൾ ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ നിലമ്പൂരുകാരെല്ലാം തീരുമാനിച്ചുറപ്പിച്ച നിലയിലാണ്. അവർക്ക് വലിയ ആശങ്കകളില്ല. അവർ അവരുടെ കാര്യങ്ങളിലെല്ലാം വ്യാപൃതരാണ്. തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാകും, എന്താണ് അവരുടെ പ്രതീക്ഷകൾ എന്നത് സംബന്ധിച്ച് നമുക്ക് നിലമ്പൂരുകാരോട് ചോദിക്കാം. ഞാനിപ്പോൾ നിലമ്പൂർ ടൗണിലാണുള്ളത്. നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, നിലമ്പൂരുകാരനാണോ? വീട്. എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചരണം? നല്ല എല്ലാ പാർട്ടികളും നല്ല സ്ട്രോങ് ആയിട്ടാണ്. ആർക്കാ സാധ്യത? സാധ്യത പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ്. എല്ലാരും നല്ല മത്സരമാണ്. ഷൗക്കത്തോ സ്വരാജോ? ഷൗക്കത്തും സ്വരാജും എല്ലാരും നല്ല ഫൈറ്റാണ്. രണ്ടുപേരും നല്ല ഗ്രൗണ്ട്. അൻവറും ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ പ്രവചനാതീതാണ്. അത് വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ആരാ ജയിക്കാൻ പോന്നേ? ഇവിടെ ആരാ ജയിക്കാൻ പോന്നേ? ഇവിടെ അറിയില്ല. വോട്ടുണ്ടോ? ആർക്കാ വോട്ട് ചെയ്യാൻ പോന്നെ? ഇത്ര ആരാ ജയിക്കാൻ പോന്നെ? ഇവിടെ ജയിക്കാൻ പോണ ആലോചിച്ചപ്പോ എങ്ങനെ പറയാ, അത് ടൈറ്റ് തന്നെയാണ്. എന്താ സാധ്യത? സാധ്യത ചാൻസ് സ്വരാജിന് തന്നെയാണ്. പിന്നെ ബാപ്പുട്ടിക്കാക്കന്റെ ആൾക്കാർ നല്ല പ്രകടനമൊക്കെയാണ്. അപ്പോ ഒന്നും അങ്ങനെ ഉറപ്പായിട്ട് പറയാൻ പറ്റൂല. വോട്ടുണ്ടോ? ഉണ്ട്. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? നല്ല ചൂടാണ്. മഴയാണെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാ ഒരു സാധ്യത കാണുന്നത്? സാധ്യത പറയാൻ പറ്റാത്ത മത്സരമാണ്. അത്രയ്ക്കും നല്ല വാശിയേറിയ മത്സരമാണ്. ഞാനിവിടെ അല്ല വർക്ക് ചെയ്യാൻ, പൂനെയിലാണ്. വോട്ടിന്റെ ടൈമിൽ ഇവിടെ എത്തിയോണ്ട് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. ഒന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ല. വാശിയേറിയ മത്സരം. ആര് ജയിക്കും എന്നുള്ളത് പ്രവചിക്കാൻ പറ്റാത്ത അത്ര പ്രധാന പ്രത്യേകത. ആര് ജയിക്കും ആര് തോക്കുമെന്ന് ഒരു പ്രവചനം സാധ്യമാകാത്ത മത്സരം. വോട്ട് ചെയ്യണ്ടേ? ആർക്കാ ഒരു സാധ്യത കാണുന്നത്? അറിയില്ല. വോട്ട് ചെയ്യാൻ തീരുമാനിച്ചില്ലേ? സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു, പക്ഷെ പറയില്ല. ഓക്കെ, ആരാണ് എന്ന് പറയില്ല, പക്ഷെ എല്ലാ തീരുമാനമുണ്ട്. ഈ നിലമ്പൂരുകാർ മുഴുവൻ ഇങ്ങനെയാണോ അറിയില്ല. അവർക്ക് കൃത്യമായ തീരുമാനമുണ്ട്, പക്ഷെ അവരൊന്നും പുറത്തു പറയത്തില്ല. നിലമ്പൂരില് ആര് ജയിക്കുമെന്നാ തോന്നുന്നത്? ആര് ജയിച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം എനിക്ക് ആര് ജയിച്ചാലും ഒരുപോലെ ഉള്ളൂ. ഇതുവരെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ഇലക്ഷൻ വരെ. ഇനി ഈ തവണ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതുവരെ ചെയ്തിട്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളൊരു 9 പേര് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആര് പൈസ ഇടുന്ന അവർക്ക് ചെയ്യുക. ഒരു ഗുണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തെറ്റാണ്. ഇപ്പൊ ആരൊക്കെ പൈസ കൊടുക്കുന്നു? കഴിഞ്ഞ തവണ ആരെല്ലാം പൈസ കൊടുത്തു? പൈസ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ആരാ കൊടുക്കുന്നത്? എല്ലാരും കൊടുക്കുന്നുണ്ട്. കിട്ടിയിട്ടുണ്ടോ പൈസ? ഞാൻ ഇതുവരെ വാങ്ങിക്കാതെ വോട്ട് ചെയ്യുക. പക്ഷെ ഇത്തവണ ഞങ്ങൾ 9 പേര് തീരുമാനിച്ചാണ് പൈസ ഇടുന്നോട്ട് ചെയ്യുക. അവിടെ രാഷ്ട്രീയമില്ല. പൈസ തരികയാണെങ്കിൽ ചെയ്യുക. ശരി. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരിക്കലും പറഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ് പറയുന്നത്. വോട്ട് പൈസ കൊടുത്തിട്ടുണ്ട്, എല്ലാരും കൊടുക്കുന്നവരാണ്, കൊടുക്കുന്നവർ വോട്ട് ചെയ്യുന്നു. എങ്ങനെ ഇവിടുത്തെ സാധ്യത? സ്വരാജ് ജയിക്കും. ഉറപ്പായിട്ട് ജയിക്കും. ഷൗക്കത്തിന്റെ ടീം വലിയ ആത്മവിശ്വാസത്തിലാണല്ലോ. വിശ്വാസം ഉണ്ടായിക്കോട്ടെ, എന്നാലും സ്വരാജ് ജയിക്കുള്ളൂ. നിങ്ങൾക്ക് അൻവറിക്കെ മടുത്തോ? അൻവറൊക്കെ നല്ല നേതാവാണ്. പക്ഷെ സ്വരാജിനാണ് സ്ഥാനം. LDF-നൊപ്പം നിന്നപ്പോ മാത്രമേ സ്നേഹമുള്ളൂ അല്ലേ? അങ്ങനെയൊന്നുമില്ല. അയാളെ പ്രവൃത്തിയിൽ പോയി നമ്മളെ സിദ്ധാന്തമായിട്ട് പോകുന്നു. ഓക്കെ, എന്തായാലും സ്വരാജിന്റെ ജയം ആണ് പ്രതീക്ഷിക്കുന്നത്. വോട്ട് ചെയ്യണ്ടേ? എന്താ നിലമ്പൂരിലെ ഒരു അവസ്ഥ? നിലമ്പൂർ ടൈറ്റ് മത്സരമാണ്. പ്രവചിക്കുന്നില്ല. ആർക്കാണ് ഒന്നാലും സാധ്യത എന്ന് പറയുന്നില്ല. ബാപ്പുട്ടിക്കെന്ന് ഞാൻ പറയുന്നത് ഷൗക്കത്തിന്. ഇവിടൊക്കെ വന്നിരുന്നോ സ്ഥാനാർത്ഥി? ഉറപ്പിച്ചോ? അപ്പൊ ഷൗക്കത്തിന് വിചാരിക്കുന്നു. മറിയൊന്നും നടന്നില്ലേ? അപ്പൊ അങ്ങനെ നടക്കാനുള്ളൊരു സാധ്യത ഇപ്പോഴും കാണുന്നുണ്ട്. അത് അൻവർ നിൽക്കുന്നോണ്ടാണോ? അല്ല, അല്ലാതെ ഉണ്ട്. ഉണ്ടല്ലേ? സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടാണോ? വന്നതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആയത്. അല്ലേ കുഴപ്പമില്ലായിരുന്നു. ഈസി വാക്ക് ഓവർ.
ഷൗക്കത്ത് തന്നെ ജയിക്കുമെന്നാണ് പറയുന്നത്. സ്വരാജ് വന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും മത്സരം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എളുപ്പമായിരുന്നു ജയം. ഇവിടെ എങ്ങനെയാ നിലമ്പൂര് ആർക്കാ കൂടുതൽ സാധ്യത? ഷൗക്കത്താക്കാം, പാവട്ടിയാക്കാം. എന്തുകൊണ്ടാ? എന്താ? മൂപ്പർ അടിപൊളി ആളാണ്, സൂപ്പർ ആളാണ്, എല്ലാം കൊണ്ട് ഉഷാറാണ്. ഓക്കെ, ഷൗക്കത്താണോ സ്വരാജാണോ അൻവർക്കയാണോ? തീർച്ചയായിട്ടും ഷൗക്കത്താണ്. ഈ നാട്ടുകാർ ആഗ്രഹിക്കുന്ന നേതാവ് മൂപ്പരാണ്. മൂപ്പരാണ് കൊണ്ടേ കഴിയുള്ളൂ. പാരമ്പര്യമായി സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ടും അല്ല, പൊതുവെ നാട്ടുകാർക്ക് ചെയ്തു കൊടുത്ത് ശീലമുള്ളത് ഷൗക്കത്തിനാണ്. പുറമെ സ്വരാജ് എറണാകുളം ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് മാറി അല്ല, സ്വരാജ് ഇവിടുത്തുകാരനല്ലേ? ഇവിടുത്തുകാരനാണ്. പക്ഷെ ഇവിടെ ചെറുപ്പം മുതലേ ഉള്ള ആളാണ്. പക്ഷെ ഇപ്പൊ താമസം അവിടെയാണ്. പിന്നെ ഷൗക്കത്താകനെ പ്രത്യേകത എന്താ വെച്ചാല് തുറന്ന കവാടാണ് വീടും കാര്യങ്ങളൊക്കെ. ഏത് നേരത്തെ നമുക്ക് ഏത് കാര്യങ്ങൾ എപ്പം കയറിച്ചല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെയാണോ? അതെ, തീർച്ചയായും. അതെ, ഷൗക്കത്തിന് തന്നെയാണ് ജയത്തിന്റെ സാധ്യത എന്ന് പറയുന്നു ഇവർ. വോട്ടുണ്ടോ ഇവിടെ? വോട്ടുണ്ടോ? ഉണ്ടോ? ആർക്കാ സാധ്യതയാണെന്ന്? സ്വരാജ്. സ്വരാജ് മത്സരം കടുത്തതല്ലേ? അതെ, എന്നാലും സ്വരാജ് ജയിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ അൻവർക്കായി നിങ്ങൾ മടുത്തോ? അതോ അൻവർക്ക കുറെ കാര്യങ്ങൾ നിലമ്പൂരുകാർക്ക് വേണ്ടി ചെയ്യുന്നു, പാവങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും അവസരം കൂടി വേണമെന്നാ പറയുന്നത്. അൻവർക്ക് അവസാനം രാജിവെച്ചില്ലേ, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മോൻ എങ്ങനെയാ? മോൻ വോട്ടില്ല എങ്കിലും അതെ. ആരാണ് സ്ഥാനാർത്ഥികളിൽ ആരാ ഇഷ്ടം? സ്വരാജിന്. അമ്മയ്ക്ക് ഇഷ്ടമായിട്ടാണോ? വീട്ടുകാർക്ക് അമ്മയ്ക്ക് ഇഷ്ടമായതാണോ അതോ അല്ലാണ്ട് സ്വരാജിനെ കണ്ടും കേട്ടും അറിഞ്ഞും ഇഷ്ടമാണോ? അങ്ങനെയൊന്നുമില്ല, അറിയാം. സ്വരാജ് തന്നെ ജയിക്കണം അല്ലേ? ഓക്കെ, വോട്ടുണ്ടോ നിലമ്പൂരിൽ? ആർക്കാ ഇത്തവണ സാധ്യത? ഷൗക്കത്തിന്. എന്താ ഷൗക്കത്തിനോട് ഇഷ്ടം? നിലവിൽ ഇതുവരെ ചെയ്ത നല്ല പ്രവർത്തികൾക്കാണ് ഷൗക്കത്തിന് വോട്ട് ചെയ്യുന്നത്. അൻവറിന്റെ സാധ്യത എങ്ങനെയാ? അൻവർ സാധ്യത ഒരിക്കലുമില്ല. എത്ര വോട്ട് പിടിക്കും അൻവർ? മിനിമം ഒരു 5000 താഴെ വോട്ട് പിടിക്കുന്നു. ശരി. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? ഉഷാറാണ്. ആർക്കാ ഒരു സാധ്യത? ആരാണ് ഷൗക്കത്ത്? എന്താ ഷൗക്കത്തിന്റെ ഷൗക്കത്തിനുള്ള പ്രത്യേകത എന്തെന്ന് നിലമ്പൂർക്കാർക്ക് അറിയാം. അത് തന്നെ. സ്വരാജിന് നമുക്ക് ഷൗക്കത്ത് വരണത് നമ്മളെ വ്യക്തിപരമായ കാര്യം പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോ ഷൗക്കത്തിനാണ് എല്ലാവരുടെ അഭിപ്രായം. മുൻതൂക്കം ഷൗക്കത്തിനാണ്. അൻവർക്ക് എത്ര വോട്ട് പിടിക്കും അൻവർ? അൻവർ എത്ര പിടിക്കുന്ന വെച്ചാല് 5000 പിടിക്കോ? 6000 ഒക്കെ ആയിട്ട് ആ റേഞ്ചിലെ കിട്ടുമെന്ന് തോന്നുന്നു. 5000 6000 ആ റേഞ്ചിലെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അൻവർക്ക് ഒറ്റയ്ക്കാണെങ്കിൽ 5000-ഓ 6000-ഓ എന്നാണ് ഒരു അസസ്മെന്റ് പറയുന്നത്. നിലമ്പൂരിൽ ആർക്കാ സാധ്യത? സാധ്യത എന്ന് പറയണത് ഒന്നില്ലെന്നുണ്ടെങ്കിൽ ബാപ്പുട്ടിയൊക്കെ കൊണ്ടുപോകും, അല്ലെന്നുണ്ടെങ്കിൽ സ്വരാജ്. ആ രണ്ട് ടീം ആരെങ്കിലും. രണ്ടില്ല, അവര് തമ്മിൽ ടൈറ്റ് മത്സരം. അപ്പൊ ആര് ജയിക്കണമെന്ന് ആഗ്രഹം? അങ്ങനെയൊന്നും നമ്മള് പറയണില്ല. അൻവർ എത്ര വോട്ട് പിടിക്കും? അൻവറൊക്കെ ഇപ്രാവശ്യം സാധ്യത കുറവാകും. എത്ര വോട്ട് പിടിക്കും? കാര്യങ്ങളും അതൊന്നും അറിയില്ല. കുറവായിരിക്കും സാധ്യത, ചാൻസ് കുറവാണ്. ആർക്കാ സാധ്യത? സ്വരാജ്. ഇവിടെ എല്ലാരും പറയുന്നത് ഷൗക്കത്താ ജയിക്കുന്നു. ഇപ്പൊ ആദ്യമായിട്ട് എന്താ സ്വരാജിനൊരു സാധ്യത കാണുന്നത്? അർഹപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. നാടിന്റെ വികസനം നന്നാവണം. പാർട്ടിക്കാരനാണോ? അതെ. ആർക്കാ സാധ്യത തോന്നുന്നേ? സാധ്യത സ്വരാജിനാ. സ്വരാജിനാണല്ലേ? എന്തുകൊണ്ട് സ്വരാജ് വരണം? വികസനം പണ്ടത്തെ നിലമ്പൂരല്ല, അപ്പൊ ഒരുപാട് വികസനങ്ങൾ വന്നു. അതന്നെ. അൻവർ എത്ര വോട്ട് പിടിക്കും? അറിയില്ല. എന്താ വരുന്നവരും പോകുന്നവരൊക്കെ എന്താ പറയുന്നത്? എന്താ നിലമ്പൂരിലെ അവസ്ഥ? നിലമ്പൂർ രണ്ടാളും സ്ഥാനാർത്ഥികളാണ്, നല്ല സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ നല്ല മത്സരമാണ്. നല്ല കടുത്ത ഒരു മത്സരം. പ്രവചനം നടത്തുന്നുണ്ടോ? ഇല്ലല്ല. ഇല്ല. കച്ചവടത്തെ ബാധിക്കുന്നു വിചാരിച്ചാണോ? അല്ല. അൻവർക്ക് എത്ര വോട്ട് പിടിക്കും? അത് നമുക്ക് പറയാൻ പറ്റില്ല, ഇലക്ഷൻ കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണേ. ആർക്കാ സാധ്യത? സ്വരാജിനല്ലാതെ വേറെ ആർക്കാ? ഷൗക്കത്തോപ്പോ? സൗഖ്യത്തുണ്ട്. സ്വരാജിനപ്പോ നല്ല സാധ്യത. അൻവർ എത്ര വോട്ട് പിടിക്കും? അൻവർ പിടിക്കും, ഒരു 10ന്റെ മേലെ പിടിക്കും. അൻവർ പിടിക്കുന്ന വോട്ട് ആരുടെ ആയിരിക്കും? അത് രണ്ട് ടീമിനും ഉണ്ടാവും. അധികം പോണ കോൺഗ്രസിനെ കാരണം. ആർക്കാ സാധ്യത? ഇഷ്ടമുള്ളവർ ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. ഇഷ്ടമുള്ളത് പുറത്തു പറയില്ല.
രഹസ്യം മനസ്സിലുണ്ട്. ഇവിടെ വോട്ടുണ്ടോ? വോട്ട് നിർബന്ധമായിട്ടുണ്ട്. 20 കൊല്ലം വോട്ട് ഇവിടെ ഉണ്ടായിട്ട്. ഏതാ സ്ഥലം? എവിടെയാ? മധുര, തൂത്തുക്കുടി, തമിഴ്. നിലമ്പൂര് 24 വർഷമായി. ഷൗക്കത്തിനാണോ സ്വരാജിനാണോ സാധ്യത എന്ന് പറയില്ല. ഇഷ്ടമുള്ളവർക്ക് മനസ്സിലുണ്ട് ചെയ്യും. അൻവറിന് സാധ്യത ഉണ്ടോ? ഇല്ല, പൊതുവെ ആർക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. എന്നാലും പറയൂല. ഓക്കെ. എങ്ങനാ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? ഭയങ്കരല്ലേ? ആർക്കാ സാധ്യത? ആര്യായിരിക്കും. സ്വരാജാണെന്ന് ഇവിടെ കുറെ പേര് പറയുന്നു കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ വരും വന്നിരിക്കാൻ ചിലപ്പോ, പക്ഷെ ഒന്നുമില്ല, ആര്യാട് തന്നെ ജയിക്കുള്ളൂ. അൻവർ എത്ര വോട്ട് പിടിക്കും? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ 3 പാർട്ടികളല്ലേ ഇപ്പൊ നടക്കുന്നത്, അതൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ. അൻവർ പറഞ്ഞതിനൊന്നും നിലമ്പൂരുകാർ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊക്കെ അതൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളല്ലേ, നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഓക്കേ. എന്താ സാധ്യത? സാധ്യത ഇവിടെ UDF ജയിക്കും. ആണല്ലേ? സ്വരാജ് നല്ല മത്സരമാണല്ലോ. സ്വരാജ് മത്സരിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്ഥാനാർത്ഥി നന്നായിട്ട് കാര്യമില്ല, ഭരണം നന്നാവുന്നു. സ്ഥാനാർത്ഥി പക്കയാണ് സമ്മതിച്ചു. പണ്ടാര മറ്റേ ഏതൊരു പടത്തിൽ പറഞ്ഞ മതി, പാൽപ്പായസം നല്ലതാണെങ്കിൽ പട്ടി നക്കിയ പോയില്ലേ, അതാണ് സ്ഥിതി. അല്ല സ്ഥാനാർത്ഥി മോശം തന്നെ. ഇവിടെ ബാപ്പട്ടി ജയിക്കും, സംശയമില്ല. അൻവർ എത്ര വോട്ട് പിടിക്കും? അൻവർ ഒരു 4% അത്രയ്ക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത്ര വോട്ടും കാര്യങ്ങളും ഇപ്രാവശ്യം പിടിക്കാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അൻവറെ കിട്ടിയ അത്രയും ഇപ്രാവശ്യം അൻവറെ പിടിക്കാൻ കഴിയില്ല ഒരിക്കലും. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? തെരഞ്ഞെടുപ്പ് ഉഷാറല്ലേ? ഉഷാറായിരിക്കണം. കടുത്ത മത്സരമാണല്ലോ. കടുത്ത മത്സരം എന്നല്ല, ഇവിടെ ഞങ്ങൾ ബാപ്പുട്ടി ആര്യണ ഷൗക്കത്ത് ജയിക്കും, 100% ജയിക്കും. പാർട്ടിക്കാരനാ? ആ പാർട്ടിക്കാരൻ നമ്മൾ ആദ്യം അതുകൊണ്ടുള്ള ആത്മവിശ്വാസം മുൻഗണന ഉള്ളൂ. ബാപ്പുട്ടി എന്തായാലും തീർച്ചയായിട്ടും ജയിക്കും. പാർട്ടിക്കാരനായതിന്റെ ആത്മവിശ്വാസം അങ്ങോട്ട് അല്ല, പറയുന്നതാണോ? അതെന്തായാലും ബാപ്പുട്ടിക്ക് ഇല്ലൊരു സീറ്റാണ്. അതെന്തായാലും ആരോട് മത്സരിച്ചിട്ടും കാര്യമില്ല, 100% ജയിക്കും. ഫ്രണ്ട്സ് ആണ്. പാർട്ടിക്കാരനാണോ? ഒക്കെ ബാപ്പുട്ടിയെ കൂത്ത് വാരിക്കൊണ്ടോ, ഒരു പേടിയും പേടിക്കണം. എത്ര ഒരു ഭൂരിപക്ഷം? ഭൂരിപക്ഷം ഞങ്ങള് പ്രതീക്ഷ 5000 ഒക്കെ 2000 വോട്ടിന് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ജയിക്കും. അത്രേ ഉള്ളൂ. നമ്മള് വലിയ പ്രതീക്ഷ ഒന്നും പറയില്ല. നമ്മള് വലിയ പ്രതീക്ഷ പോലെ കുറെ ഇടയ്ക്ക് കുറെ ആൾക്കാരെ കയറിയോണ്ട് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ഒരു 2000 വോട്ട് ഭൂരിപക്ഷത്തിൽ ഷുവറായി ജയിച്ചിരിക്കും. 23-ാം തീയതി കാലത്ത് വന്നോളി. ഇവര് പറയുന്നതിനോട് യോജിക്കുന്നോ? യോജിക്കുന്നത് തീർച്ചയായും. ഞാൻ ചിരിച്ചപ്പോ വിചാരിച്ചു വേറെ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്ന്. പാർട്ടിക്കാരനെയാണ്. ഇവിടെ വോട്ടുകാരനാണ്. ഇവിടെ ആര് ചെയ്യുക? അൻവർ വരും. ഇവിടെ ആ അൻവറിനൊപ്പം ഞങ്ങളല്ലേ, അൻവറാണ് ഞങ്ങൾക്ക് എല്ലാ ഫുഡൊക്കെ ഞാനൊക്കെ തരുന്നത്. എല്ലാം നമ്മളെ കോളനിയിൽ എല്ലാം നല്ലോന്ന് നയിച്ച ആളാണോ അൻവർ. അൻവറാണ് എന്നെ ഇവിടെ ജയിച്ചുള്ളൂ. അൻവറിന് എന്റെ വീട്ടിൽ 8 വോട്ടല്ലേ, 8 വോട്ടും അൻവറിന് കൊടുക്കാം. അല്ലാതെ വേറെ എത്ര വോട്ട് പിടിക്കും അൻവർ മൊത്തത്തിൽ? അൻവറിന് ഭൂരിഭാഗം അപ്പുറത്തുണ്ടോ. പിന്നെന്താ തീർച്ചയായിട്ടും പൊന്നു പങ്ങളെ. ആർക്കാ സാധ്യത? ടൈറ്റ് മത്സരമാണല്ലോ. അരിവാൾ ജയിക്കും. അൻവർ എത്ര വോട്ട് പിടിക്കും? അൻവറ ഞാൻ ഭൂരിഭാഗം പിടിക്കാൻ വേണ്ടിയാണ് മൂപ്പര് ഇറങ്ങിയിരിക്കണേ. അങ്ങനെയാണ് എന്റെ കാഴ്ചപ്പാട്. ആർക്കാ കൂടുതൽ സാധ്യത? പറയാൻ പറ്റാത്ത കണ്ടീഷനില്ല, നല്ല ടൈറ്റായിട്ട് പോവാ, ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷൻ. അൻവർ എത്ര വോട്ട് പിടിക്കും? പ്രവചന അസാധ്യായി. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? തെരഞ്ഞെടുപ്പ് ചൂട് നല്ല ചൂടാ പോ. ആർക്കാ കൂടുതൽ സാധ്യത? സാധ്യത ആർക്കായാലും സ്വകാര്യ ജയിക്കണം. എത്ര ഭൂരിപക്ഷം? ഭൂരിപക്ഷം എത്രയായാലും സ്വകാര്യ ജയിക്കണം എന്നാണ് മനസ്സില്. അൻവർ എത്ര വോട്ട് പിടിക്കും? അൻവർ 10 താഴെ വോട്ട് പിടിക്കും. 10 താഴെ, 10,000 താഴെ. വോട്ടുണ്ടോ ഇവിടെ? വോട്ട് ഉണ്ട്. കടുത്ത മത്സരമാണല്ലോ. കടുത്ത മത്സരമാണ്. ആർക്കാ കൂടുതൽ സാധ്യത? തീർച്ചയായിട്ടും ആര്യാട് ഷൗക്കത്തിന്. സ്വരാജ് വന്നപ്പം ചിത്രം മാറിയില്ലേ? ഇല്ല, അങ്ങനെ മാറാൻ സാധ്യതയില്ല. കാരണം ഈ ഭരണ വിരുദ്ധ വികാരം എന്തായാലും കാണും. കാരണം 9 കൊല്ലം ഞങ്ങളുടെ അൻവറിനെ പരീക്ഷിച്ചതാണ്, ഒരു മാറ്റം ഉണ്ടായില്ല. ഞങ്ങളെ ബൈപ്പാസ് കണ്ടല്ലേ, ഒരു മാറ്റം ഉണ്ടായില്ല. അപ്പൊ എന്തായാലും പാർട്ടി അല്ലാത്ത ആൾക്കാരും അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ആൾക്കാരും തിരിച്ചു ചെയ്യാൻ സാധ്യതയുണ്ട് ഷൗക്കത്തിന്. അൻവറിന്റെ സാധ്യത കുറവാണ്, കുറച്ച് വോട്ട് പിടിക്കുന്നുള്ളൂ. ഒരു 10-15,000 പിടിക്കണ്ടാവുള്ളൂ മാക്സിമം. അവർ കുറവ് ഷൗക്കത്തിന് കാണത്തുള്ളൂ. ഭയങ്കര മഴയാണ്, പക്ഷെ തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ പാരമ്യത്തിലാണ്. എങ്ങനെയാ സാധ്യത? അൻവർ കുറെ വോട്ട് പിടിക്കുമോ? ഇല്ല. അൻവർ ഈ നിലമ്പൂരിലെ ആളുകൾക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം എന്ന് പറഞ്ഞിട്ടാണ് ഈ പോരിന് മുഴുവൻ ഇറങ്ങിയത്. എന്താ ചെയ്ത്
ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. പോലായിട്ട് എന്തോടെ ചെയ്ത് വെളിയിൽ പോകുന്ന റോഡൊക്കെ അപ്പൊ ഈ അൻവർ വാർത്താ സമ്മേളനം നടത്തി പറയുന്നതൊക്കെ വെറുതെയാണോ? എന്തും പറഞ്ഞൂടെ. ഓക്കെ ജയിക്കുന്നു. തെരഞ്ഞെടുപ്പ് അങ്ങനെ അതിന്റേതായ ഭാഗത്തു കൂടെ അങ്ങനെ പോവാണ്. ആർക്കാ സാധ്യത? അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ടൈറ്റ് മത്സരം അല്ലേ? ടൈറ്റ് മത്സരം. ഓക്കെ, എന്നാലും ആര് ജയിക്കുമെന്നാ വിചാരിക്കണേ? ഒന്നും പറയില്ല. ഇല്ല, അൻവർ എത്ര വോട്ട് പിടിക്കും? അതും പറയാൻ കഴിയും.